ഇങ്ങനെയൊരു ശ്രദ്ധ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ശ്രീകൃഷ്ണാവതാരം വെറുതെ ഒരു പ്രഭാഷണമല്ല. അത് പ്രഭാഷണമാവാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങയെപ്പോലെ ശ്രദ്ധയുണ്ടാവണം എന്ന് നമുക്ക് കാട്ടിത്തരികയാണ്. ശ്രദ്ധിക്കുക. കഴിയുന്നതും എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുക. സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. വർത്തമാനം പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വർത്തമാനം പറയാൻ വല്ലാണ്ട് മുട്ടുന്നുണ്ടെങ്കിൽ വായ പൊത്തിപ്പിടിച്ചുകൊള്ളുക, റോഡിന്റെ മുകളിൽ പോയിക്കൊള്ളുക, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മതി. ഇതിനകത്ത് വർത്തമാനം പറയാനുള്ള സ്ഥലമല്ല. കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ ചില സന്ദർഭങ്ങൾ അത് നമ്മൾ അവരവൻ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കൃഷ്ണാവതാര കഥയാണ് ഇവിടെ പറയുന്നത്. ഭാഗവത സപ്താഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്താണ്. ഈ കൃഷ്ണാവതാരം നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ സപ്താഹത്തിന് പോയോ? പോയി. ഏതുപോലെ ആവുന്നറിയോ? പനി വന്നു, ഡോക്ടറെ കാണാൻ പോയി. എന്നിട്ടോ ഡോക്ടറെ കണ്ടു. എന്നിട്ടോ കാണാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പോയി ഡോക്ടറെ കണ്ടു, ഇങ്ങോട്ട് വന്നു. എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതുപോലെ ആവരുത്. അതുകൊണ്ട് ഒന്നുകൂടി പറയാണ്, പരമശോഭന കാലചക്രവാണിയായ ഭഗവാന്റെ അവതാരത്തിന് മുന്നോടിയായി കാലം പരമശോഭനമായി. ആരുടെ കാലം? കൃഷ്ണാവതാരം കേൾക്കുന്ന നമ്മുടെ കാലം, കൃഷ്ണാവതാരം പറയുന്ന നമ്മുടെ കാലം, കൃഷ്ണാവതാരത്തിന് മുൻപിലേക്ക് എത്തുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കാലം അനുകൂലമായാലേ കൃഷ്ണാവതാരം കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിരുന്നാലും ശ്രീകൃഷ്ണ കഥകളിലേക്ക് ശ്രദ്ധയുണ്ടാകണമെങ്കിൽ നമ്മളുടെ കാലം അനുകൂലമാകണം. നമുക്ക് നല്ല കാലം വരണം. എന്നാലേ കൃഷ്ണാവതാരത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കഷ്ടകാലാണെങ്കിൽ ഇവിടെ കണ്ണു തുറന്ന് ആ ആനന്ദാവതാരത്തെ, ആ അത്ഭുതാവതാരത്തെ കാണാനായി കാത്തിരിക്കുന്നതായ മുഹൂർത്തം. മന്ദം മന്ദം ജലധരാ ജഗർജുരണുസാഗരൻ. സർവേശ്വരനായ ഭഗവാന്റെ പാതാരവിന്ദം ഭൂമിയിലേക്ക് വരുന്നതല്ലേ. ആ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിദേവിയെ ഒന്ന് ശുദ്ധീകരിക്കണമെന്നോണം പ്രകൃതീശ്വരിയായ ആ ജഗദംബിക ചെറിയൊരു ചാറ്റൽ മഴയായി പെയ്തൊഴിഞ്ഞതായ മുഹൂർത്തം. എവിടെയോ ആഞ്ഞടിക്കുന്നതായ ആ സമുദ്രത്തിന്റെ തിരമാലയണി ശബ്ദം കംസന്റെ കൽഭിത്തികളിൽ തട്ടി, കാരാഗ്രഹത്തിന്റെ കൽഭിത്തികളിൽ തട്ടി ചെറിയൊരു ഇടിനാദമായിട്ട് കാരാഗ്രഹത്തിന് ഉള്ളിലങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രംഗം. ദേവകീ വസുദേവന്മാര് തങ്ങളുടെ കണ്ണുകളെ അടച്ച് ആനന്ദസ്വരൂപനായ ആ ഭഗവാന്റെ കൃഷ്ണാവതാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ രംഗം. കംസന്റെ കാരാഗ്രഹത്തിനകത്തുള്ള സകല ഗോരിരട്ടിനെയും കീറി മുറിച്ചുകൊണ്ട് ശങ്കചക്ര ഗദാധാരിയായി സർവേശ്വരനായ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അവരുടെ മുന്നിലേക്കായി അവതരിക്കുന്നതായ കൃഷ്ണാവതാര രംഗമാണ് അടുത്ത ശ്ലോകങ്ങളിൽ. നമുക്കും പ്രാർത്ഥിക്കാം. ഇതിനു മുമ്പ് എത്രയോ തവണ കൃഷ്ണാവതാരത്തെ കേട്ടിട്ടുണ്ടാകാം. ഇതിനു മുമ്പ് എത്രയോ തവണ കൃഷ്ണാവതാരത്തെ പറഞ്ഞിട്ടും കേട്ടിട്ടുമുണ്ടാകാം. ഓരോ തവണ പറയുമ്പോഴും ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ആ ഭഗവാനെ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. കംസന്റെ കാരാഗ്രഹത്തിനേക്കാൾ കൂരിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലായെന്നുണ്ടെങ്കിൽ ഭഗവാൻ യജ്ഞവേദിയിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് അവതരിക്കണം. അതിന് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ അവതാര മുഹൂർത്തത്തില്, ദീപാരാധനാ മുഹൂർത്തത്തില് എല്ലാവരും ഭഗവാന് നിവേദ്യം കൊടുക്കുക. പല നിവേദ്യങ്ങളും നമ്മൾ ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട്. പാൽപായസവും പട്ടുകോണകവും വെണ്ണയും പാലുമൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണനായിട്ട് ഭഗവാൻ അവതരിക്കുമ്പോൾ ആ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു നിവേദ്യം അത് നാമമാകുന്ന നിർവെണ്ണയാകട്ടെ.
പ്രേമമാകുന്നതായ പൈമ്പാലാകട്ടെ മനസ്സാകുന്ന കൊച്ചു കിണ്ണത്തില് ആ ഭഗവാനെ നിവേദിക്കാൻ സാധിക്കണം. അതുകൊണ്ട് അവതാര സമയത്ത് എല്ലാ സജ്ജനങ്ങളും നാമം ജപിക്കുക. അന്ന് കൃഷ്ണാവതാര സമയത്ത് സകലരും നാമം ജപിച്ചു. നാമം ജപിക്കാണ്ടിരുന്ന കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എല്ലാവരും നാമം ജപിക്കുക. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തമദ്ഭുതം ബാലകമം പൂജക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഗവൈഡോരകിരീടകുണ്ടലത്തുഷാപരിഷ്വക്തസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജംഗതകങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശംഖചക്രഗദാധാരിയായ തങ്ങളുടെ മുമ്പിൽ ശോഭിക്കുന്നതായ ശ്രീകൃഷ്ണ ഭഗവാനെ ദേവകി വസുദേവന്മാരെ മാറി മാറി സ്തുതിക്കുന്നതായ രംഗം. ഒടുവിൽ ആ അമ്മയുടെ പ്രാർത്ഥന പ്രകാരം അമ്മയ്ക്ക് അടുത്ത് ലാളിക്കാൻ പാകത്തിന് നീലബാലനായി ഭഗവാൻ ശോഭിച്ചു. തന്റെ മുമ്പിൽ ശോഭിക്കുന്നതായ സച്ചിദാനന്ദ സ്വരൂപനായ ആ നീലബാലനെ വാരിയെടുത്ത് തന്റെ സ്തന്യാമൃതത്തെ ഭഗവാന് അവതാര നിവേദ്യമായി കൊടുത്തു ദേവകി ദേവി. എല്ലാ തരത്തിലും ഇന്ന് രാത്രി മുഴുവൻ ആ അച്ഛനമ്മമാരോടൊപ്പം ഭഗവാൻ കംസന്റെ കാരാഗ്രഹത്തിൽ അവരെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ നമുക്ക് ഭഗവാനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകാം. നാളെ അമ്പാടി ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ അമ്പാടിയിലെ ഉത്സവത്തിന് മുമ്പ്